ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ മാറ്റൊലിക്കൊണ്ടീ മൊഴി തന്നെ സർവദാ കാറ്റിരമ്പുന്നിന്ന കേരളത്തിൽ. നാടകം ആരംഭിക്കുന്നു. മഹാകവി കുമാരനാശാൻ. വേഷങ്ങളെ കുറിച്ചുള്ള തർക്കം വേണ്ട. ആർക്ക് ഏത് വേഷമാണ് നല്ലതെന്ന് ഞാൻ പറയും. ഞാൻ ജാതിയൻ. അല്ല, ഇതേതാ നമ്മളറിയാത്തൊരു പുതിയ കഥാപാത്രം. സംവിധായകനേക്കാൾ അധികാരമുള്ളവൻ. അതുകൊണ്ട് ആര് ഏത് വേഷം ധരിക്കണം, എന്ത് പറയണം, എങ്ങനെ നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എനിക്ക് പറ്റിയിട്ടില്ല. ഈ നാടകത്തിന്റെ മുഖ്യ വേഷക്കാരനും ഞാൻ തന്നെ. എന്റെ കാര്യങ്ങൾ ഞാനാ തീരുമാനിക്കുന്നത്. എനിക്കായി ഈ നാടകം പോലും ഞാൻ മാറ്റി എഴുതും. നിങ്ങളൊക്കെ എന്റെ ആജ്ഞകൾക്കൊത്ത് ചലിക്കുന്ന വെറും പാവകൾ മാത്രം. അനുസരിക്കാത്തവർ അരങ്ങിന് പുറത്ത്. അത് പറയാൻ നിങ്ങളാരാ? അധികാരമുള്ളവൻ ആര് പുറത്തു പോകണമെന്ന് ഞാൻ പറയും. ഓഹോ, നിങ്ങളാണല്ലേ ഈ നാടകത്തിലെ യഥാർത്ഥ സംവിധായകൻ? അതെ. നിങ്ങളാരാ? ജാതിയൻ. ജാതിയൻ. അങ്ങനൊരു കഥാപാത്രം ഈ നാടകത്തിൽ ഇല്ല. ഉണ്ടാകണം, എങ്കിലേ ഈ നാടകം നടക്കൂ. ഇത് കുമാരനാശാനെ കുറിച്ചുള്ള നാടകമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ്
മുഖ്യവേഷം ധരിക്കുവാൻ ഞാൻ എത്തിയത്. വെറുതെ തർക്കിച്ച് സമയം കളയാതെ പുറത്തു പോകും. ആര് പുറത്തു പോകണമെന്ന് ഞാനാ പറയേണ്ടത്. മിസ്റ്റർ, നാടകം തുടങ്ങാൻ സമയമായി. ദയവ് ചെയ്ത് വഴിമാറും. ഞാൻ വേണമോ വേണ്ടയോ എന്ന് ഇവർ പറയട്ടെ. പറയൂ, ഇവർ പറയട്ടെ. പറയൂ പറയൂ, ഞാൻ വേണമോ വേണ്ടയോ? പുറത്തു പോകും. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ ഞാൻ വരും വേണ്ട സമയത്ത്. നാടകവും നാടും നന്നാവാൻ, സിനിമയും ആശയാവിഷ്കാരങ്ങളും നന്നാവാൻ പുറത്താക്കപ്പെടേണ്ടവരെ പുറത്താക്കുക തന്നെ വേണം. ഇനി എല്ലാവരും വേഷങ്ങൾ അണിയും. നമുക്ക് നാടകം തുടങ്ങാം. പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയേ നീ. ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയങ്ങ് പുനരെങ്ങു കിടപ്പിതോർത്താൽ. മഹാകവി കുമാരനാശാനെ കുറിച്ചൊരു നാടകം എഴുതുക അതത്ര എളുപ്പമുള്ള കാര്യം. അറിയുന്നോറും അടുക്കാനാവാത്ത അറിവിന്റെ ആഴങ്ങളിലേക്ക് ആ പ്രതിഭാശാലി പോവുകയാണ്. ആശയഗംഭീരനായ ഈ സ്നേഹഗായകനെ കുറിച്ചുള്ള ഈ നാടകം എങ്ങനെ പൂർണ്ണമാകും? വല്ലാതെ ക്രൂരനാവുകയാണ്. മനുഷ്യനെ ക്രൂരമാം വിധം കൊന്നൊടുക്കുന്ന കാലം. ഇക്കാലത്ത് മനുഷ്യനും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ്. അതെ, മനുഷ്യനും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ്. മഹാകവി കുമാരനാശൻ തിരിച്ചറിഞ്ഞല്ലോ, സന്തോഷം. അങ്ങേ അറിയുക പ്രയാസം. എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. സൂര്യപ്രഭാവനായ ഗുരുദേവസ്വാമികൾ മാത്രം. ശരിക്കും ഞാൻ ഈ സ്വപ്നമോ യാഥാർത്ഥ്യമോ? ജലത്തിലലിഞ്ഞു ചേർന്ന് ജലമായി തീർന്ന എന്നെ ഇപ്പോ എന്നെ കുറിച്ച് എഴുതുന്ന നാടകത്തിന് മാത്രം കാണാം. അങ്ങേ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്റെ മഹാഭാഗ്യം. എന്നെ കുറിച്ചുള്ള എഴുത്ത് പൂർത്തിയായോ? അങ്ങയെക്കുറിച്ച് അറിഞ്ഞെഴുതി വരുന്തോറും സങ്കീർണമാകുന്നൊരു കഥാപാത്രം പോലെ. ഭൂതകാലത്തിന്റെ നായാട്ടുകാരോട് പടവരുതിയാണ് ഞാൻ എന്റെ ജീവിതം പൂർത്തീകരിച്ചത്. ഞാൻ വായിച്ചത്
കാലം ഇത്ര കഴിഞ്ഞിട്ടും പിന്നെ നിങ്ങൾ മറന്നില്ലല്ലോ. അങ്ങേ മറക്കാൻ അന്തരംഗം കൊള്ളുമ്പോൾ പെയ്യുന്ന മേഘത്തിന്റെ പേരാണ് ഞങ്ങൾക്ക് മഹാകവി കുമാരനാശാൻ. എഴുത്ത് തുടരുക. ചവിട്ടേറ്റ് പിടയുന്ന ഭൂമിയുടെ വിലാപവും പിഴച്ചുപോയ കാലത്തിന്റെ അലർച്ചയും തിരിച്ചറിഞ്ഞെഴുതുക. ഈ കാലത്തെ തിരിച്ചറിഞ്ഞു തന്നെയാണ് ഞാൻ എഴുതുന്നത്. എഴുതുക. കാണരുതെന്ന് പറഞ്ഞവർ മൂടിവെച്ചതൊക്കെയും തുറന്നു കാട്ടുക. പറയരുതെന്നവർ വിലക്കിയതൊക്കെയും ഉറക്കെ വിളിച്ചു പറയുക. നേരറിഞ്ഞ് നേരു മാത്രം എഴുതുക. അനീതികളെ വെട്ടിമുറിക്കാനുള്ള വാക്കുകൾ ഊതിക്കാച്ചിയെടുക്കുക. വാക്കാണ് ഉയിര്. നമ്മുടെ നാട് ചൂഷണത്തിൻ്റെയും ജാതി അസമത്വത്തിൻ്റെയും വേർതിരിവിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒരു ഭ്രാന്താലയമായിരുന്നു ഇരുളടഞ്ഞ ഒരു കാലം. നമ്മൾ മാനുഷന്മാരല്ലാതെ മാടും മരവുമല്ല. വല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണേ. വല്ലായ്മ പോക്കുക ശാസ്ത്രീയമാം ജാതി ചൊല്ലാം മനുഷ്യത്വം യോഗപ്പെണ്ണേ. ഒരു നല്ല ജാതി അതു ജ്ഞാനപ്പെണ്ണേ. എനിക്കറിയാം. ഉള്ള വെളിച്ചത്തിൽ നടന്നോ. അതെ, കാലിയും കൂലിയും ഇറങ്ങി നടക്കുന്ന സമയം നമ്മളെല്ലാവരും സൂക്ഷിക്കണം. അതെ, മാക്കാനും പൂക്കാനും ഒക്കെ ഈ സമയത്താ ഇറങ്ങി നടക്കണമെന്ന് പറയണത്. മാക്കാനും പൂക്കാനും അവിടെ ഒരു ഒച്ച. ഞാൻ ഒരൊച്ചയും കേൾക്കുന്നില്ല. ഒച്ച സത്യമായിട്ടും മൂപ്പ ഞാൻ കേട്ടതാ. ആ ആൽമരച്ചുവട്ടിൽ അവിടെ ഒരു ഒച്ച.
എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാ. ദേ, ആ ആൾ മരിച്ചുവിട്ട് അവിടെ വെള്ള സാരിയെ കൊടുത്ത് അവിടെ ഒരു സുന്ദരയെ അയ്യോ വൈകുന്നേരം മുതൽ കാണുന്നില്ല. നോമ്പ് നോറ്റും വ്രതം ഇരുന്നും വഴിപാട് നേർന്നും ഉണ്ടായ ആകെ ഒരു സത്താന ആണും പെണ്ണുമായി ഒരേ അവനെ ഇപ്പൊ കാണുന്നില്ല. മലകാക്കട ദൈവങ്ങൾ നമ്മളെ എവിടെ വെച്ചാ കുഞ്ഞിനെ കാണാതായത്? അത് അന്തിക്ക് ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പം എവള് മുറ്റത്തിരുന്ന് പോകണ്. കാര്യം ചോദിച്ചപ്പം പറയണ് കളിച്ചോണ്ടിരുന്ന ചെറുക്കൻ എവള് വെള്ളം വെക്കാനത്ത് വേണ്ടി തിരിച്ചു വന്നപ്പോ കണ്ടില്ലെന്ന് എവിടെ കൊണ്ട് കളിക്കണേ എപ്പോഴാ കാണാതായത്? ഈ കുഞ്ഞിനെ എന്തോ പ്രായം വരും. മൂപ്പ എത്ര വയസ്സെന്നാ പറഞ്ഞേ? 4 വയസ്സടാ. അതെ, ചോര കുടിക്കുന്ന യക്ഷികൾക്ക് ഈ പ്രായമുള്ള കുഞ്ഞുങ്ങളെയാ കൂടുതൽ ഇഷ്ടം. മലകാക്കട ദേവനെ എന്റെ കൊച്ചിനെ കൊണ്ടുപോയോ. ജാതിയിൽ താളവൻ, നിറം കെട്ടവൻ, എനിക്ക് പറ്റിയത് ഇവൻ തന്നെ.
കാലങ്ങൾ കഴിഞ്ഞു. മഹാഗുരുക്കന്മാർ പൊരുതി നേടിയ വെളിച്ചമെല്ലാം അകറ്റാൻ മതബോധത്തിൻ്റെ മാളങ്ങളിൽ നിന്നും വിഷസർപ്പങ്ങൾ മാളം വിട്ട് മാറിയ കാലത്തിനൊത്ത പുത്തൻ രൂപത്തിൽ പുറത്തു വന്നു തുടങ്ങി. അപ്പൻ ചോറ് വിളമ്പിച്ചിട്ടുണ്ട്, മോളെടുത്ത് കഴിക്കേ. എനിക്കൊന്നും വേണ്ട. മാത്രം ചോര കട്ട മേടിച്ച ചോര. മോളെ കഴിഞ്ഞതൊക്കെ മറക്കും മോളെ. ഇല്ല, എനിക്ക് മറക്കാനാവില്ല. വിദ്യാഭ്യാസത്തിന്റെ കറുത്ത പാപം ഇപ്പോഴും നടക്കുന്നുണ്ട്. ചുറ്റിലും മനുഷ്യരുടെ രക്തം, തിരുവാകെ ചോരയും കണ്ണീരും ഇലകളും ചിതറിക്കിടക്കുന്നു. ഞാൻ എൻ്റെ മകളെ എന്തു പറഞ്ഞാണ് സമാധാനം? വീടുകൾ, അബദ്ധങ്ങൾ നിറഞ്ഞ തെരുവുകൾ, ചോരച്ചാലും എനിക്കാവുന്നില്ല. മണിപ്പൂരിലെ ഒരു ആശുപത്രി അവളുടെ ഇഷ്ടപ്രകാരം നേഴ്സായി ജോലിയെടുത്ത് രോഗികൾക്ക് ഒരു തുണയായി കഴിഞ്ഞിരുന്ന ആ കാലത്താണ് ആ കാലന്മാർ അക്രമം അഴിച്ചുവിട്ടത്. ഒരു വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുത്തുള്ള ആക്രമണം പള്ളികളും ആശുപത്രികളും വിദ്യാലയങ്ങളും അവർ തീയിട്ട് നശിപ്പിച്ചു. കണക്കിൽപ്പെടുത്താനാവാത്തവർ നിരവധി പേർ വെന്തു മരിച്ചു. എൻ്റെ മകൾ ജോലി ചെയ്തിരുന്ന ആശുപത്രിക്കടുത്തുള്ള ഒരു പള്ളിയിൽ
അവർ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് തീയും. അതിൽപ്പെട്ട് നിരവധി പേർ അഗ്നിഗോളങ്ങളായി. അപ്പാ, എനിക്ക് കേൾക്കണ്ട. ആ കലാപഭൂമിയിൽ നിന്നും എൻ്റെ മകൾ രക്ഷപ്പെട്ട് ഇവിടെ എത്തിയെങ്കിലും ഇന്നും അവളുടെ മനസ്സ് നിറയെ ആ ഭീകര ദൃശ്യങ്ങളാണ്. ഈശോയെ, ഈശോയെ, എൻ്റെ മകൾ വരൂ, ഈ തെരുവിലെ രക്തം കാണൂ. വരൂ, ഈ തെരുവിലെ രക്തം കാണൂ. അക്ഷരങ്ങളും മനുഷ്യരും വേട്ടയാടപ്പെടുകയാണ്. മറകൾക്ക് വെടിയേൽക്കുന്നു. പട്ടിണിപ്പാവങ്ങൾ കൃമികീടങ്ങളെ പോലെ ചുട്ടരിക്കപ്പെടുന്നു. വകുപ്പിന്റെ ആയുധങ്ങൾക്ക് മൂർച്ച കൂടുകയാണ്. മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊല്ലുന്നു. ഗുജറാത്ത്, മണിപ്പൂർ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഗുജറാത്ത്, മണിപ്പൂർ തുറന്നുകൊണ്ടേയിരിക്കുന്നു. വരൂ, ഈ തെരുവിലെ രക്തം കാണും. വരൂ, ഈ തെരുവിലെ രക്തം കാണും. വരൂ, ഈ തെരുവിലെ രക്തം കാണും. ജാതി ചോദിക്കുന്നില്ല ഞാൻ, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരീ, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ജാതി ചിന്തകളിൽ നിന്നും ജാതി വിവേചനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും നിന്ന് ഈ നാടെന്തേ രക്ഷ നേടാത്തത്? അകന്നുപോയ ഇരുളെല്ലാം വീണ്ടും അടുത്തു വന്ന് മൂടുകയാണോ? ഞങ്ങൾ പൊരുതിയതും എഴുതിയതുമെല്ലാം പാഴാവുകയാണോ? ദാഹിക്കുന്നു ഭഗിനി. ജാതിബോധത്തിൽ നിന്നും പുറത്തു കടക്കാനാവാത്ത മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെ ആശയങ്ങൾ ഉറഞ്ഞാടുകയാണ്. മഹാകവി കുമാരനാശാനെ എന്നും അസ്വസ്ഥമാക്കിയ ജാതീയതയും ജാത്യാനാചാരങ്ങളും ശക്തി പ്രാപിക്കുമ്പോൾ മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയെ ഞാൻ ഓർത്തുപോവുകയാണ്. ദാഹിക്കുന്നു ഭഗിനി, ദാഹിക്കുന്നു ഭഗിനി, കൃപാരസമോഹനം കുളിർ തണ്ണീരുദാശു നീ. ഓമലേ തരൂത്തില്ലെന്നതു കേട്ടൊരാ മനോഹരി അമ്പരന്നോദിനാൾ. അല്ലല്ലെന്തു കഥ ഇത് കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. അരിയാൽ ചുവട്ടിലെ ആ വെളിച്ചം കട്ട പിടിച്ച ഇരുളിനെ കീറി മുറിക്കുന്ന ആ വെളിച്ചം, എന്തൊരു തിളക്കമാണ് ആ കണ്ണുകൾക്ക്. അയാളെ കണ്ടതു മുതൽ ഞാനും ഒരു മനുഷ്യ സ്ത്രീയായി. എനിക്ക് അയാളെ കാണണം, ആ ഒച്ച കേൾക്കണം. ആ വെട്ടത്തിലെ
മണ്ണിൽ ഇരുട്ടെല്ലാം അകന്ന് വെളിച്ചം പരക്കട്ടെ. മക്കളെ മക്കളെ മറങ്ങി, നീ എന്താണ് നിരീച്ചോണ്ടിരിക്കുന്നത്? അപ്പ, ഞാനിന്നൊരാളെ കണ്ടു. ആരെ? ചന്ദ്രന്റെ കീറു പോലൊരാള്. അതാര്? അതറിയില്ല, പക്ഷെ എനിക്ക് അയാളെ കാണണം. മോളെ, നീ അതും ഇതുമൊക്കെ പറയാതെ അപ്പൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ തുറന്നു പറ. അയാൾ ആര്? അറിയില്ല, പക്ഷെ എനിക്ക് അയാളെ കാണണം. ഞാൻ പോകുക. എങ്ങോട്ട്? അയാളെ തേടി. ദൂരം എത്ര താണ്ടിയാലും അയാളെ ഞാൻ കണ്ടെത്തും. മോളെ, മോളെ ഇങ്ങ് വാ. ഇങ്ങ് വാ. നീ അതും ഇതുമൊക്കെ പറയില്ല. നിനക്കൊന്നും പറ്റൂല. ഇവിടെ ഇരി. മക്കൾ ഇവിടെ ഇരി. നിനക്കൊന്നും സംഭവിക്കൂല. നീ ഒരിടത്തും പോകൂല. നീ ഒരിടത്തും പോകൂല. നീ ഞങ്ങളുടെ അല്ലേടാ. നിനക്കെന്തെങ്കിലും പറ്റിയ പിന്നെ ഈ അപ്പൻ ചങ്ക് പൊട്ടി ചത്തോടാ, ചത്തോ. ആരാ? സീത. സീതയോ? അതെ, നിറവേറോടെ ഉപേക്ഷിക്കപ്പെട്ട് യോഗിനിയായി തീർന്നു, വനവാസത്തിന് വിധിക്കപ്പെട്ടത്. ഞാനീ കാണുന്നത് സത്യമോ? സത്യം. എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും കാണാനും നിന്റെ മനസ്സും എനിക്കറിയാം. അതെങ്ങനെ? എന്റെ മനസ്സ് വായിക്കാനും ഭാവി പറയാനും നീ എന്താ പക്ഷിയോ? പക്ഷി എന്ന് തന്നെ കരുതിക്കോളൂ, ഭൂമിയുടെ മകളായ പക്ഷി. പക്ഷേ ഞാൻ പറയാമെന്ന് വിചാരിച്ചത് നിന്റെ ഭാവിയെക്കുറിച്ചല്ല, സ്നേഹത്തിന്റെ വേദനയെക്കുറിച്ച്. സഹിക്കാനാവാതെ ശരീരം വെടിഞ്ഞവളാണ്. പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെ വരില്ല. നിന്നെ കാക്കാൻ വാക്കുകൾ വരും. രാജനീതിയോട് എതിരിടാൻ ഉറച്ച വാക്കുകൾ. സൂര്യനോടും ജനകപിതാവിനോടും വൃക്ഷലതാദികളോടും സന്ധ്യയോടും പൂക്കളോടും നക്ഷത്രങ്ങളോടും യാത്ര ചോദിച്ചു ഭൂമിയിലേക്ക് ആണ്ടുപോയവൻ. രാജനീതിയുടെ ശരികേടുകളോട് കലഹിച്ച് ഒടുവിൽ വേദനയോട് ഭൂമിയിലേക്ക് അണഞ്ഞുപോയവൻ. ഒരിക്കൽ എന്നോട് മാനം തെളിയിക്കാൻ പറഞ്ഞു. ഞാനത് തെളിയിച്ചു. എന്നിട്ടും കാട് തന്നെ എനിക്ക് മാത്രം ഹീരയായി നിന്ന് ഞാൻ അതും തെളിയിച്ചു. ഏത് രാജാവ്, എന്ത് രാജ്യം, എവിടത്തെ പ്രജകൾ? ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പിതൃസ്ഥാനത്ത് നിന്ന മഹാമുനിക്കൊഴികെ ഒരാൾക്കും അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. വേദനയോടെ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിലേക്ക് തന്നെ മടങ്ങി. എന്റെ ചിറകുകൾ അറ്റുപോയി, ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു വെറ്റുവിള പോലെ ഞാൻ നിന്റെ വേദന അറിഞ്ഞ് വന്നവളാണ്. നിന്നെ വിചാരണ ചെയ്യാനായി വെമ്പി നിൽക്കുന്ന ആൾക്കൂട്ട മനസ്സിനെയും ഞാൻ കാണുന്നു. അഭിമാനത്തിന് വില പറയാനായി രാജസദസ് കൂടുമ്പോൾ
ഞാനും നീയും ഈ ലോകത്തിലെ സകല പെണ്ണുങ്ങളും അവസാനിക്കാത്ത വനവാസത്തിന് വിധിക്കപ്പെട്ടവരാണെന്ന് സമൂഹം വിധിയെഴുതി. ആ വിധിയെ പൊളിച്ചെല്ല ഇന്നേ വരെ നമുക്ക് കഴിഞ്ഞിട്ടുമില്ല. ഞാൻ നിന്നെ കാക്കാനായി ആനന്ദ ഭിക്ഷുവിന്റെ മഹാഗുരുവായ രാജാ പ്രസേനജിത്തിന് നാട്ടുകാർ കൊടുത്ത ചാട്ടുളിയെ കരം കൊണ്ട് പിടിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി വലിച്ചെറിയാൻ ബുദ്ധൻ ഗുരു പറയുന്നത് സാക്ഷാത്കരിക്കാൻ നിനക്കും നിന്നെ എല്ലാ അനുജത്തിമാർക്കും കഴിയും. കുമാരനാശാനെ കുറിച്ചുള്ള ഈ എഴുത്തിൽ ഇപ്പോൾ തെളിയുന്നത് ഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും തമ്മിലുള്ള അപൂർവ സമാഗമമാണ്. 100 കൊല്ലങ്ങൾക്ക് ശേഷം രണ്ട് ഇതിഹാസ ഗോപുരങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച എൻ്റെ മനസ്സിൽ ഒരു സ്വപ്ന കാഴ്ച പോയി. പ്രീതിക്കാളാകിലോരാതഖില മഹിമയും ഭൂതിയും നൽകുമേതോ ചൈതന്യം പൂണ്ടുമപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലോ ഏതിനും മൂലമല്ലോ ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേ. രാജാ പതിത പാവന सीताराम ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवान ईश्वर अल्लाह तेरे नाम सबको सन्मति നമ്മൾ തമ്മിൽ ശിവഗിരിയിൽ വെച്ച് കണ്ടിട്ട് ഇപ്പോൾ 100 കൊല്ലം കഴിഞ്ഞു. ഓർമ്മയുണ്ട്, അങ്ങയെ കാണാൻ സാധിച്ചത് എൻ്റെ ഭാഗ്യം, എന്റെയും പരമഭാഗ്യം. അന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചതൊക്കെ ഓർമ്മയുണ്ടോ സ്വാമിക്ക്? ഉണ്ട്. മനുഷ്യർക്ക് മോക്ഷത്തിന് ഹിന്ദുമതം പര്യാപ്തമല്ലേ എന്നങ്ങ് ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അതിനുള്ള സ്വാമിയുടെ മറുപടിയും എനിക്കിഷ്ടമായി. ഞാൻ ഇപ്പോഴും പറയുന്നു, മറ്റു മതങ്ങളിലും മോക്ഷമാർഗം ശരിയാണെന്ന് എനിക്ക് ബോധ്യമായി. അന്ന് സത്യാഗ്രഹമിരുന്ന മനുഷ്യർ ജാതിഭേദത്തിന്റെ അതേ താക്കോൽ കൂട്ടം മടിയിൽ വെച്ച് നടക്കുന്നവർക്ക് മുന്നിൽ ഇപ്പോഴും സത്യാഗ്രഹം ഇരിക്കുകയാണ്. ജാതിഭേദവും മതദ്വേഷവും എൻ്റെ ജന്മകാലത്ത് തന്നെ അവസാനിക്കുമെന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. ഇറങ്ങലിച്ച ഹൃദയത്തോടെ നമ്മുടെ മണ്ണ് പിച്ചി ചീന്തപ്പെട്ടു. മതവിദ്വേഷം ഭക്ഷിച്ച് ആയുധ പരിശീലനത്തോടെ
എന്നെ കൊന്നിട്ടും പക ഒടുങ്ങിയിട്ടില്ല. അങ്ങയുടെ ദീർഘായുസിനായി വൈക്കത്തെ വേലൂർ മഠത്തിൽ നടന്ന സമൂഹ പ്രാർത്ഥനയിൽ നാം പങ്കെടുത്തില്ല. അങ്ങ് നേതൃത്വം കൊടുക്കുന്ന സത്യാഗ്രഹത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എനിക്ക്. നാം അഹിംസയെ ഊന്നി പറഞ്ഞു. അന്ന് ശിവഗിരിയിൽ വെച്ച് കുഞ്ഞുങ്ങൾ ദൈവദശകം ചൊല്ലിയപ്പോൾ മനുഷ്യർക്ക് വേണ്ടി അങ്ങ് എഴുതിയ പ്രാർത്ഥന എന്റെ ഹൃദയം പൂർത്തിച്ചു. അങ്ങ് അഹിംസയെ കുറിച്ച് കൃതികൾ എഴുതിയിട്ടുണ്ടെന്ന് TK മാധവനും എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി ബാപ്പു? ലോകം അക്രമങ്ങളെ തന്നെ അവരുടെ നിത്യജീവിതമായി തെരഞ്ഞെടുത്തു. അക്രമവും ഹിംസയും വളരുകയാണ്. ഈ മണ്ണിൽ ശാന്തിയും സമാധാനവും നന്മയും മനുഷ്യനെ തിരിച്ചറിയും. അതെ, മനുഷ്യനെ തിരിച്ചറിയട്ടെ. കാണാതിരിക്കാനാവില്ലത്ര. അങ്ങനെയെങ്കിൽ പഠനകാലത്തെ ആ ബന്ധം എത്രത്തോളം വളർന്നിരിക്കാം. ഇനിയും ഇതുപോലുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. അവ തുടരുന്നുണ്ടോ? ഈശ്വര, എനിക്കിതെന്താ പറ്റിയേ? തൊട്ടുപോയി തന്നെ. അതെ, ഭാനു തന്നെയാണ്. നിങ്ങളേറെ സ്നേഹിച്ചു പോയ ഭാനു. എനിക്കിതെന്താ പറ്റിയത്? ആരാണ് ആ മദാമ? ഏത് മദാമ? അറിയില്ല അല്ലേ? എന്നോടൊന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. ഒക്കെ ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു എന്നാ പറയണേ? ഇതിനുള്ളിലെ അക്ഷരങ്ങൾ കള്ളം പറയുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അതെന്നേക്കുമായി അടഞ്ഞൊരു അധ്യായം. അത്ര മാത്രമേ ഉള്ളൂ. 20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു ബന്ധം അതിപ്പോ ഈ ഡയറിയിലെ അക്ഷരങ്ങളിലൂടെ മാത്രം ജീവിക്കുന്നു. മനസ്സിനുള്ളിൽ ഒട്ടുമില്ല അല്ലേ? വീണപൂവിന്റെ പിന്നിലെ പെണ്ണാരാണെന്ന് ഞാൻ എത്ര വട്ടം നിങ്ങളോട് ചോദിച്ചു. നിങ്ങൾ സത്യം പറഞ്ഞില്ല. അത് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ രോഗാവസ്ഥയിൽ എഴുതിയതാണെന്നൊക്കെ കള്ളം പറഞ്ഞില്ലേ? കള്ളമല്ല, സത്യം. ഇത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. പ്രയോജനരഹിതമായ കാര്യങ്ങൾ പറയണ്ട എന്ന് കരുതി അത്രമാത്രം. ഭാനു, നീ ഒരു സാധാരണ പെണ്ണല്ല. എന്റെ എഴുത്തു വഴികളിൽ ഊർജം പകരേണ്ടവൾ. നീ ഇത്രയും നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഭാനു, നമ്മുടെ മക്കൾ രണ്ടുപേരും ഇവിടെ. കുട്ടികൾ ഉറങ്ങിയല്ലോ. നമ്മുടെ മക്കളും ജാതിയുടെ പേര് പറഞ്ഞ് ഈ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുമോ? ഒരിക്കലുമില്ല. ഗുരുദേവനും അങ്ങും അക്ഷരങ്ങളിലൂടെ വിതച്ച വിപ്ലവത്തിന്റെ വിത്തുകൾ പാഴായി പോകില്ല. 100 മേനി കൊയ്യുന്ന അതിന്റെ ഫലങ്ങൾ ഭാവി തലമുറയ്ക്ക് ഗുണകരമാകും. നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കണം.
ഞാൻ വിദേശങ്ങളിൽ പോയി പഠിച്ചിട്ടും എനിക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ മക്കൾക്ക് ആ ഗതി ഉണ്ടാവരുത്. അതിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. മക്കൾ പഠിച്ച് വലിയവരായിക്കോളും. ദൈവം അവർക്ക് ഒരാപത്ത് വരുത്തില്ല. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അങ്ങാണ്. മനു, ഞാനൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടെന്നറിയില്ല. സ്ഥിരമായുള്ളൊരു യാത്ര. എന്റെ യാത്രയ്ക്കുള്ള സഞ്ചി എടുത്തു വയ്ക്കും. കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ മക്കളെ നീ നല്ലോണം നോക്കണേ. അവർക്ക് ഒന്നിനും ഒരു കുറവും വരരുത്. ஜென்மம் நிறைந்தது சென்றவர் வாழ்க, சிந்தை கலங்கிட வந்தவர் வாழ்க, நீரில் மிதந்திடும் கண்களும் காய்க, நிம்மதி நிம்மதி யோவிடம் சூழ்க. ஜனனமும் பூமியில் புதியது இல்லை, மரணத்தை போலொரு பழையதும் இல்லை, இரண்டும் இல்லாவிடில் இயற்கையும் இல்லை, இயற்கையின் ஆணைதான் ஞானத்தின் எல்லை. ആരൊരാൾ കടൽ തീരത്തേരിലേറിക്കൊണ്ടിന്നാരുയിർ തുടിക്കുന്ന ചങ്കിലേക്കടുക്കുന്നു. ആരൊരാൾ കടൽ തീരത്തേരിലേറിക്കൊണ്ടിന്നാരുയിർ തുടിക്കുന്ന ചങ്കിലേക്കടുക്കുന്നു. ആരൊരാൾ വിശാലാർദ്രദർശന സപര്യതൻ തീരത്തു കൊളുത്തുവാൻ ദീപമേന്തി നിൽക്കുന്നു. ആരൊരാൾ വലങ്കയിലണിഞ്ഞ വളയുടെ വാരൊളിയാലേ തമസ്സൊക്കെയും അകറ്റുന്നു. ആരൊരാൾ ദുഃഖത്തിൻ്റെ നഗ്നമേനിയിലിന്നു ചാരുതയാർന്നുള്ളൊരാ പട്ടുടുപ്പിച്ചിടുന്നു.